ഈ ചെങ്ങായിനെ കണ്ട ഈ ഈ ചെങ്ങായി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ചെങ്ങായിയാ, മനസ്സിലായ? കാരണം ഇപ്പം നമ്മൾ പരിചയപ്പെട്ടിട്ട് കുറേ കാലമായി. കുറേ കാലമായി. ഞങ്ങൾ തമ്മിൽ കോടാനുകൂടി വർഷത്തെ പരിചയമുണ്ട്. അതല്ല ഇപ്പം ഇവിടെ വന്നിട്ടുള്ള ഈ രൂപത്തിൽ പരിചയപ്പെട്ടിട്ട്. ഓക്കെ. അപ്പോൾ ഈ ചെങ്ങായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇതിനെ ഒരു പെട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ആക്കാൻ പറ്റൂല. കാരണം ആ ബന്ധത്തിൽ എന്താണ്, അല്ലെങ്കിൽ ഞാനുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഫീൽ ചെയ്യണതെന്ന് അപ്പാപ്പം തുറന്ന് പുറത്തേക്ക് പറയുക ചെയ്യുക. അപ്പം ഈ പട്ടീന്ന് വിളിക്കും, അത് കഴിഞ്ഞിട്ട് മോനെന്ന് വിളിക്കും, അത് കഴിഞ്ഞിട്ട് കുട്ടാന്നും വിളിക്കും, മനസ്സിലായ? അതെ. പക്ഷെ ഒരു ബന്ധത്തിൽ ഒരു മോശമില്ല. പക്ഷെ ആ ബന്ധത്തിൽ അവൻ ഫീൽ ചെയ്യണത് അത്രേ ഉള്ളൂ. അതെ, മുള്ളാൻ തോന്നുന്ന പോലെ തന്നെയാണ് അവൻ്റെ ഉള്ളിൽ എന്താണ് തോന്നുന്നത് അത് തുറന്ന് പറയാണ്. തുറന്ന് പറയുമ്പോഴാണ് അവനുമായിട്ട് നമുക്ക് എത്രത്തോളം ഒരുമിച്ചിരിക്കാനുള്ള കപ്പാസിറ്റി നമ്മളിലുണ്ട് എന്ന് നമ്മൾ അറിയണത്. വളരെ സിമ്പിളല്ലേ? കൂടെയുള്ളവരുമായിട്ട് ഒരുമിച്ചിരിക്കുക. കാരണം എല്ലാവരും ആവശ്യം ഒന്ന് തന്നെയാണ്. ഒരാളെ തള്ളിയിട്ട് വേറെ ആൾക്കും ഒന്നും നേടാനില്ല, മനസ്സിലായ? അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതങ്ങളും ഇത്ര മനോഹരമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജീവിക്കണത്? നമുക്ക് തോന്നുകയാണ് ഇവർക്ക് കഷ്ടപ്പാടാണെന്ന്. എന്തുകൊണ്ടാണ് നമുക്ക് കുറേ കാര്യങ്ങൾ ഉള്ളിലൊതുക്കി ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് രോഗമാണ്. ആ, എല്ലാത്തിനെയും തുറന്നു വിടുക. കള്ളത്തരം കാണിക്കുന്ന എന്താണ്, നമ്മ ജീവിതം എല്ലാം പോകും. അതെ, കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ ജീവിതം കംപ്ലീറ്റ് പോകും. കാരണം കള്ളത്തരം എന്ന് പറയുന്നത് നിരന്തരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിപ്പോണതാ. മുന്നിലൊരു സാധനം കണ്ടപ്പം കണ്ണുക്ക് ടോർച്ചടിക്കുന്ന പോലെയാണ്, മനസ്സിലായ? ഒന്നും കാണൂല കുറച്ച് കഴിയുമ്പോ. അതെ അതെ, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അത്രേ ഉള്ളൂ.